ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തിജീവിതം കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. പ്രണയത്തിലായി വളരെ പെട്ടെന്നായിരുന്നു ദിയയുടെ വിവാഹവും കുടുംബജീവിതത്തിലേക്കുള്ള കടക്കലും. സാധാരണക്കാരനായ ഭർത്താവ് അശ്വിനെയും ദിയയെയും കുറിച്ച് നിരവധി താരതമ്യങ്ങൾ വന്നു. എന്നാൽ അതൊന്നും ഇവരുടെയും സ്നേഹബന്ധത്തിൽ ബാധിച്ചില്ല. എന്നാൽ അശ്വിൻ്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹം ശക്തമായി തന്നെ തുടരുകയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിൽ പല സ്റ്റോറികളും ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അമ്മായിയമ്മ മരുമകൾ പ്രശ്നം പറയുന്ന റീലുകൾക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിനിടെ മറ്റ് ചില മാറ്റങ്ങൾ ദിയയുടെ ബ്ലോഗിൽ വ്യൂവേഴ്സ് ശ്രദ്ധിച്ചു. വിവാഹത്തിന് മുമ്പ് ഇട്ടിരുന്ന അശ്വിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു ദിയ. ദിയയുടെ ചേട്ടൻ്റെ മകളുമായി വലിയ അടുപ്പത്തിലായിരുന്നു. എന്നാൽ പോകെ പോകെ ദിയ അശ്വിൻ്റെ വീട്ടിൽ പോകുന്നത് വ്യൂവേഴ്സ് കാണാറായി. വിവാഹത്തിനു മുമ്പ് ദിയ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അശ്വിൻ്റെയും ചേട്ടൻ്റെ മക്കളുടെയും വ്ലോഗുകളിൽ കാണാതായി മാറുകയും ചെയ്തു. ദിയ അശ്വിനെ വിവാഹം ചെയ്യാൻ വേണ്ടി മാത്രം അശ്വിൻ്റെ വീട്ടുകാരോട് വിനയം കാണിച്ചു എന്നാണ് വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നെന്നും വ്യാപകമായ അഭിപ്രായങ്ങൾ വന്നു. ഇപ്പോഴിതാ അശ്വിൻ്റെ ചേട്ടൻ്റെ ദിയയുടെ മകന് ഒന്നാം പിറന്നാൾ ആശംസ അറിയിച്ചു പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. കുഞ്ഞിനെ ലാളിക്കുന്ന അശ്വിൻ്റെ മാതാപിതാക്കളെയും ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യയെയും മക്കളെയും മകളെയുമെല്ലാം വീഡിയോയിൽ കാണാം. നേരത്തെ അശ്വിൻ്റെ വീട്ടുകാർ കുഞ്ഞിനെ കാണാറില്ലേ എന്ന ചോദ്യത്തിന് ദിയ കൃഷ്ണ മറുപടി നൽകിയിരുന്നു. അശ്വിൻ്റെ കുടുംബം കുഞ്ഞിനെ കാണാറില്ലേ, കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാറില്ലേ എന്ന് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഞാനും എൻ്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷേ അശ്വിൻ്റെ വീട്ടിൽ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല. അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലില്ല. അവർക്ക് അവരുടേതായ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും വർഷങ്ങളായി മീഡിയയിലുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കും. അശ്വിൻ്റെ വീട്ടിൽ പോകുമ്പോഴോ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മൾ വ്ളോഗ് എടുത്തില്ലെങ്കിൽ അതാരും അറിയില്ല. അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതിനർത്ഥം ഞങ്ങൾ അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നില്ല എന്നല്ല. എല്ലാവർക്കും അവരുടേതായ സമയം കുഞ്ഞിനോടൊപ്പം കിട്ടും. ഞാൻ എൻ്റെ കംഫോർട്ട് പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടുമായിരിക്കുമല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റൂ. ഓമി ചെറിയ കുഞ്ഞാണ്. അവനൊരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അശ്വിൻ്റെ കൂടെ വിടാം. എനിക്ക് അത്രയും സന്തോഷം. പക്ഷേ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിളായ സ്ഥലങ്ങൾ ഞാൻ പോകുമ്പോൾ അവിടെ ഓമിയും വരണം എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞ് അവസാനിപ്പിച്ചത്.